നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 496th day. Today 6th chapter 96th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 496 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 96ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 96ാമത്തെ ശ്ലോകം. ശൗനക ഉവാച ശുഗനോക്തം കഥാരാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ഭ്രാമേ ചിന്തിമേ സംശയം തിമിം. ശൗനകോവാച ശുഗേനോക്തം കഥാരാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ഭ്രാമേ ചിന്തിമേ സംശയം തിമിം. ഓം തത്സത്. ശൗനകാദികൾ ചോദിക്കുകയാണ്. ശൗനകാദികൾ പറഞ്ഞിട്ട് സൂതൻ ഈ കലികാലദോഷം ഇല്ലാതാക്കുവാൻ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീമദ് മഹാഭാഗവതമാണ് കലികാലദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കഥാശ്രവണം. അതുകൊണ്ട് ഞാൻ ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നതാണ് നാം ഇപ്പോൾ ഈ ഏകദേശം കഴിഞ്ഞ 500 ശ്ലോകങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശൗനകാദികൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ സൂതഭഗവാനെ, പറഞ്ഞു തരിക. ശുഗൻ പരീക്ഷത്തിനും പിന്നീട് ഗോകർണൻ ദുന്ദുകാരിയുടെ പ്രേതത്തിനും ആയിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത ബ്രഹ്മപുത്രരായ സനകാദികൾ ദേവർഷിയായ നാരദനായിട്ടും പറഞ്ഞു കൊടുത്തത് ഏതേതു കാലത്താണ് സപ്താഹയജ്ഞം നടത്തിയത്? ഒന്ന് ഈ സംശയത്തെ തീർത്തു തരണം. ഈ മാഹാത്മ്യത്തിൽ ആദ്യം പറഞ്ഞു പരീക്ഷത്തിനായിക്കൊണ്ട് ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ഭാഗവതം പറഞ്ഞു തരാമെന്ന്. പിന്നീട് മാഹാത്മ്യം പറയുമ്പോൾ സനകാദികൾ നാരദർഷിക്കായിട്ട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഗോകർണൻ ദുന്ദുകാരിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു എന്ന് മാഹാത്മ്യം സപ്താഹം പറയുന്നതിനിടയിൽ സനകാദികൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ 3 സപ്താഹവും ഏതേത് കാലത്തിലാണ് നടന്നത്, എപ്രകാരമാണ് നടന്നത് എന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞ് നമ്മുടെ സംശയം ചിന്തിമേ സംശയം തിമിം. തമ്മിൽ തന്നെ ഞങ്ങളുടെ സംശയം ചിന്തിമേ ഇല്ലാതാക്കി തന്നാലും, മുറിച്ചു കളഞ്ഞ് തീർത്തു തന്നാലും, സംശയം മാറ്റിത്തന്നാലും എന്ന് ചോദിക്കുകയാണ്. ശുഗനോക്തം ശുഗൻ രാജാവായ പരീക്ഷത്തിനും ഗോകർണൻ ദുന്ദുകാരിയായ പ്രേതത്തിനും സുരർഷിയായ ദേവർഷിയായ നാരദർക്ക് വേണ്ടിയിട്ട് സനകാദികളും പറഞ്ഞു കൊടുത്ത ഈ കഥാഭാഗം, ഈ ശ്രീമദ് മഹാഭാഗവതം എപ്പോഴൊക്കെയാണ് നടന്നത് എന്ന് പറഞ്ഞു തരിക എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ശൗനകോവാച. നാം ഓർമ്മിക്കണം, ശൗനകരും സൂതൻ തമ്മിലുള്ള കഥ. ശൗനകന്മാർ ചോദിച്ചിട്ട് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം നാം പാരായണം ചെയ്യുന്നത്. ശൗനകോവാച ശുഗനോക്തം കഥാരാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ഭ്രാമേ ചിന്തിമേ സംശയം തിമം. ഓം ശ്രീകൃഷ്ണായ നമഃ. ചിന്തിമേ സംശയം തിമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.